നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തിയുടെ നിറവിൽ ശിവരാത്രി ആഘോഷം. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വല്ലൂർ, കുന്നംകുളം, തലക്കോട്ടുകര, മമ്മിയൂർ ഉൾപ്പെടെയുള്ള ശിവക്ഷേത്രങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 30ഓളം കുട്ടികൾ ചികിത്സ തേടി. വയറിളക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർട്ടനിലെ കുട്ടികളാണ് ആശുപത്രിയിൽ എത്തിയവരിൽ അധികവും. ആരോഗ്യവകുപ്പും പഞ്ചായത്തും അന്വേഷണം തുടങ്ങി. പുന്നയൂർ അകലാട് മുന്നേനിയിൽ തെരുവുനായ ആക്രമണം. 7 വയസ്സുകാരന് കടിയേറ്റു. മുന്നേനി പടിഞ്ഞാറ് പുത്തൻപുരയിൽ റിഹിയാനത്ത് ബാദുഷ ദമ്പതികളുടെ മകൻ റിഹാനാണ് നായയുടെ കടിയേറ്റത്. വേലൂർ പാത്രമംഗലത്ത് UDFന്റെ പ്രചരണ ബോർഡുകളും കുടിവെള്ള വിതരണ പൈപ്പും സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നും UDF മെമ്പറായി വിജയിച്ച KK അബൂബക്കർ, 19-ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന VS മോഹൻദാസ് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് കത്തിച്ചത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് UDF. ഇന്ന് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസമിരിക്കുന്നതും ഉറക്കമിളയ്ക്കുന്നതുമാണ് ശിവരാത്രിയുടെ പ്രധാന ചടങ്ങ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ വാസുകി സർപ്പത്തിൽ നിന്നും പുറത്തുവന്ന കാളകൂട വിഷത്തെ ലോക നന്മയ്ക്കു വേണ്ടി മഹാദേവൻ കുടിക്കുകയും ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ഠം പൊത്തിപ്പിടിച്ച് പാർവതീദേവിയും മറ്റെല്ലാ ദേവകളും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചുവെന്നുമാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ശിവരാത്രി ദിവസം കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ ജപിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 30ഓളം കുട്ടികൾ ചികിത്സ തേടി. വയറിളക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർട്ടനിലെ കുട്ടികളാണ് ആശുപത്രിയിൽ എത്തിയവരിൽ അധികവും. 15ഓളം പേരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആശുപത്രി സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ 2 പേരെയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. സ്കൂളിലെ കുടിവെള്ളത്തിൽ നിന്നാണ് ആരോഗ്യപ്രശ്നം ഉണ്ടായത് എന്നാണ് നിഗമനം. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും സ്കൂളിൽ പരിശോധന നടത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട്. ഡിസോൺ കലോത്സവത്തിന്റെ തിരക്കിൽ കിണറ്റിലെ വെള്ളം മലിനമായതാണ് വിഷബാധയ്ക്ക് കാരണമെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ഡിസോൺ കലോത്സവത്തിന്റെ ഭാഗമായി 6000ഓളം പേർ അൻസാർ ക്യാമ്പസിൽ എത്തിയിരുന്നു. ഇതിനിടെ അൻസാർ ആശുപത്രിയിൽ ചികിത്സ തേടിയവരിൽ നിന്ന് പണം ഈടാക്കിയത് പ്രതിഷേധത്തിനിടയാക്കി. ഒരേ മാനേജ്മെന്റിന്റെ കീഴിലാണ് സ്കൂളും ആശുപത്രിയും. ഈടാക്കിയ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് KM സലി തുടങ്ങിയവർ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. പുന്നയൂർ അകലാട് മുന്നേനിയിൽ തെരുവുനായ ആക്രമണം. 7 വയസ്സുകാരന് കടിയേറ്റു. മുന്നേനി പടിഞ്ഞാറ് പുത്തൻപുരയിൽ റിഹിയാനത്ത് ബാദുഷ ദമ്പതികളുടെ മകൻ റിഹാനാണ് നായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെ 7:30 വീടിന്റെ മുറ്റത്തേക്ക് എത്തിയാണ് നായ കുട്ടിയെ ആക്രമിച്ചത്. രക്ഷിക്കാൻ വന്ന മാതാവ് റിഹിയാനത്തിന് നേരെയും ആക്രമണ ശ്രമമുണ്ടായി. വേലൂർ പാത്രമംഗലത്ത് UDFന്റെ പ്രചരണ ബോർഡുകളും കുടിവെള്ള വിതരണ പൈപ്പും സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നും UDF മെമ്പറായി വിജയിച്ച KK അബൂബക്കർ, 19-ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന VS മോഹൻദാസ് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് ഇന്നലെ രാത്രിയിൽ അഗ്നിക്കിരയായത്. UDF ഓഫീസിന് മുന്നിലും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിലും സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ അഴിച്ചെടുത്ത് റോഡരികിലെ കാനയിലിട്ട് കത്തിച്ച് തൊട്ടടുത്ത പറമ്പിലേക്ക് ഇട്ടിരിക്കുകയാണ്. പാത്രമംഗലം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും കത്തിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. വാർഡ് മെമ്പർ KK അബൂബക്കർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം പ്രവൃത്തികളെന്നും സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തി പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പറും നാട്ടുകാരും ആവശ്യപ്പെട്ടു. നമ്മുടെ കുറച്ച് ഫ്ലെക്സ് ബോർഡുകളും മറ്റു ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതോ സാമൂഹ്യ വിരുദ്ധരെടുത്തിട്ട് ആ തൊട്ടടുത്തുള്ള കാനയിലിട്ട് കത്തിച്ച് 1-ാം വാർഡിലെ കുടിവെള്ള പദ്ധതിയുടെ മെയിൻ പൈപ്പ് പോകുന്ന ആ ലൈൻ പൂർണ്ണമായും കത്തി നശിച്ച രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് അതിൻ്റെ പരാതികൾ നൽകിയിട്ടുണ്ട്.
വളരെ സമാധാനപരമായി പോകുന്ന ഒരു നാട്ടിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അധികാരികൾ ഇത് ശ്രദ്ധിക്കണം, അതിനു വേണ്ടുന്ന നടപടികൾ ഉണ്ടാകണം. AC മൊയ്തീൻ MLA നയിക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥ തുടരുന്നു. 3-ാം ദിവസത്തെ പര്യടനം പുതുശ്ശേരിയിൽ നിന്നാണ് ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതു സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കുന്നംകുളം മണ്ഡലത്തിലുണ്ടായ വികസന മുന്നേറ്റങ്ങളും ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച ജാഥയുടെ ക്യാപ്റ്റൻ AC മൊയ്തീൻ MLAയും വൈസ് ക്യാപ്റ്റൻ പ്രേംരാജ് ചൂണ്ടലാത്തും മാനേജർ MN സത്യനുമാണ്. ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. വെള്ളിയാഴ്ച കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറക്കൽ സെന്ററിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്ത ജാഥ ഞായറാഴ്ച വൈകിട്ട് എരുമപ്പെട്ടി കടങ്ങോട് ജംഗ്ഷനിൽ സമാപിക്കും. KD ബാഹുലയൻ മാസ്റ്റർ, K കൊച്ചനിയൻ, KT ഷാജൻ മാസ്റ്റർ, സീതാ രവീന്ദ്രൻ, EA ദിനമണി, M പത്മിനി ടീച്ചർ തുടങ്ങിയവർ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. അവയവദാതാക്കളെ നേരിൽ കാണാനായി ചിറളയം സീനിയർ സിറ്റിസൺ ക്ലബ് അംഗങ്ങൾ വാർദ്ധക്യം മറന്ന് ആര്യലോക് ഹാപ്പിനെസ് സെന്ററിലെത്തി. കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്ലബ് അംഗങ്ങൾ വാഹനയോഗ്യമല്ലാത്ത പാതകളും അതിജീവിച്ച് കലശമലയിലെ സന്നിധിയിൽ സമയം ചെലവഴിച്ചു. നിർധനർക്കായി വൃക്കദാനം നൽകി. കലശമല ആര്യലോക് ആശ്രമത്തിൽ കഴിയുന്ന 3 അവയവദാതാക്കളെ നേരിൽ കാണുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ ഉദ്ദേശം. ആശ്രമ മഠാധിപതി ആര്യമഹർഷി, കരീം പന്നിത്തടം, ആര്യനാമിക, ചേറുമാസ്റ്റർ, മേരി കുര്യൻ, ലളിതകുമാരി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. മഹാദേവനെ വണങ്ങാൻ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചനയും തുടർന്ന് മഹാദേവന് ഭസ്മാഭിഷേകവും നടത്തി. നാഗക്കാവിൽ 3 ദിവസമായി നടന്നുവന്നിരുന്ന നാഗപ്പാട്ടിനും നാവോർപ്പാട്ടിനും ശിവരാത്രിയോടെ സമാപനമായി. പ്രസാദ ഊട്ടിൽ 3000-ലധികം ഭക്തർ പങ്കെടുത്തു. നടരാജ മണ്ഡപത്തിൽ PCC ഇളയതിന്റെ ശിവരാത്രി മാഹാത്മ്യം പ്രഭാഷണം, മണലൂർ തുള്ളൽ കളരിയുടെ കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ, കോമത്ത് നാരായണപ്പണിക്കരുടെ നേതൃത്വത്തിൽ സമൂഹാർച്ചന, പല്ലശ്ശന മുരളിയും സംഘവും അവതരിപ്പിച്ച തിരുനടക്കൽ പഞ്ചവാദ്യം, രഹന മുരളിയുടെ മോഹിനിയാട്ടം, ഗുരുവായൂർ ക്ഷേത്ര കലാനിലയത്തിന്റെ ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി എന്നിവയും ഉണ്ടായിരുന്നു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായി. 3 ദിവസങ്ങളിലായി നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധികലശം, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി ദിനത്തിൽ രാവിലെ 6:30 അഷ്ടപതി, 7 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ മേള പ്രമാണിത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, 10 മണിക്ക് നാഗസുര കച്ചേരി എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6-ന് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, 7:30 തായമ്പക, രാത്രി 9:30 എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ശിവരാത്രി ദിനത്തിൽ ശ്രീ മഹാദേവന് ഷഡാഭിഷേകം, നെൽപ്പറ, നാണയപ്പറ തുടങ്ങിയ വഴിപാടുകളും നടന്നു. എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ പ്രമാണിത്വം വഹിക്കും. പുരാണ പാരായണം, ക്ഷേത്രകലകൾ, ഫാൻസി വെടിക്കെട്ട്, അന്നദാനം തുടങ്ങിയ പരിപാടികളും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കും. 3 ദിവസങ്ങളിലായി ത്രിദിന ആചാര അനുഷ്ഠാന ആഘോഷ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടന്നത്. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി കലാപരിപാടികളുണ്ടായി. ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30 പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്യങ്ങളും തിരുവാതിരക്കളിയും, ശനിയാഴ്ച വൈകിട്ട് 7:30 മാക് മ്യൂസിക് അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞായറാഴ്ച രാത്രി 12:30 സിനിമാ പ്രദർശനമുണ്ടാകും. ക്ഷേത്രം ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. കുന്നംകുളം തലക്കോട്
കഴക്കൂട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തുടക്കമായി. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും കീഴ്ശാന്തി സജിത് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത്. 9 മണി മുതൽ ഭക്തജനങ്ങൾക്കായി വിപുലമായ പ്രസാദഊട്ട് ആരംഭിച്ചു. ക്ഷേത്രാങ്കണവേദിയിൽ നാമജപാർച്ചന, ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളും മറ്റു ഭക്തജനങ്ങളും അവതരിപ്പിച്ച നൃത്തങ്ങൾ, സോപാന സംഗീതം, ചാക്യാർകൂത്ത് തുടങ്ങിയ വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഗജവീരന്മാരെ അണിനിരത്തി വിശേഷാൽ എഴുന്നള്ളിപ്പ് മേളം ആരംഭിച്ചു. വൈകിട്ട് 4:30 വിവിധ പൂരാഘോഷങ്ങളുടെ വരവ് ആരംഭിച്ചു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി. വൈകിട്ട് 6:30 ഭക്തി നിർഭരമായ ലക്ഷദീപം തെളിയിക്കൽ, ദീപാരാധന, നാദസ്വരം, ചുറ്റുവിളക്ക്, കേളി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടക്കും. രാത്രി 7:30 മുതൽ 10 വരെ മാക് മ്യൂസിക് അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള നടക്കും. അർദ്ധരാത്രിയിൽ വിശേഷാൽ അർദ്ധയാമ പൂജയും ദർശനവും ഉണ്ടായിരിക്കും. ശിവരാത്രിയുടെ തലേ ദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളുടെ വിവിധ നൃത്യങ്ങൾ അരങ്ങേറി. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് പി കെ സുനിൽ, സെക്രട്ടറി ടി ആർ സജീവ്, ട്രഷറർ ടി മാധവ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പഠനവും ജീവിതവും ലഹരിയാക്കൂ എന്ന സന്ദേശത്തിൽ ശില്പശാല നടത്തി. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷനായ ചടങ്ങ് വടക്കേക്കാട് SI മൻസൂർ ഉദ്ഘാടനം ചെയ്തു. യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസിന്റെ പരാതിപ്പെട്ടി കൈമാറ്റവും നടന്നു. ലഘുലേഖ പ്രകാശനം വാർഡ് മെമ്പർ അശോകൻ എടക്കാട്ട് നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന, അധ്യാപകരായ ജോഫി, ശ്രീരഞ്ജിനി എന്നിവർ സംസാരിച്ചു. നാടകയാത്രയുടെ ഉദ്ദേശവും ലക്ഷ്യവും മാനേജർ പ്രമോദ് വിശദീകരിച്ചു. ഗണേഷ് നാടകാവതരണത്തിലൂടെ കുട്ടികളെ ബോധവൽക്കരിച്ചു. കുട്ടികൾക്ക് ലഘുലേഖകൾ നൽകി മധുര വിതരണവും ഉണ്ടായി. പ്രധാന അധ്യാപിക ജിഷ ടീച്ചർ സ്വാഗതവും അനന്യ സമേതം സ്കൂൾ കോർഡിനേറ്റർ ടൈമി നന്ദിയും പറഞ്ഞു. LDF കുന്നംകുളം നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് എയ്യാൽ ചുങ്കം സെന്ററിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിന് പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ MK ശശിധരൻ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, NCP മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ജലീൽ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്, CPI ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ, CPIM നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ബൂത്ത് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ജാഥ ക്യാപ്റ്റനായ MLA ഹാരാർപ്പണം നടത്തി. ഗുരുവായൂർ തിരുവെങ്കിടം ഹൗസിംഗ് ബോർഡിന് സമീപം 5 അടിയോളം നീളമുള്ള കൂറ്റൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയിരുന്ന പാമ്പാണ് പിടിയിലായത്. ഹൗസിംഗ് ബോർഡ് പരിസരത്ത് റോഡരികിൽ രാത്രികാലങ്ങളിൽ കാൽനടയാത്രികർ സ്ഥിരമായി പാമ്പിനെ കാണാറുണ്ടായിരുന്നു. ഇത് പ്രദേശത്ത് വലിയ ആശങ്കയ്ക്ക് കാരണമായിരുന്നു. സാധാരണ രാത്രിയിൽ പ്രത്യക്ഷപ്പെടാറുള്ള പാമ്പ് പകൽ സമയത്ത് റോഡരികിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആളുകളെ കണ്ടതോടെ പാമ്പ് സമീപത്തെ മാളത്തിലേക്ക് ഇഴഞ്ഞുകയറി ഒളിച്ചു. പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിനെ വിവരം അറിയിച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മാളത്തിൽ നിന്നും മൂർഖനെ സുരക്ഷിതമായി പുറത്തെടുത്ത് പിടികൂടി. പുനർനിർമ്മിച്ച എടക്കഴിയൂർ റാത്തിബ് മഹളറ പള്ളിയുടെ ഉദ്ഘാടനം നടത്തി. അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് AT കുഞ്ഞിമരക്കാർ ഹാജി അധ്യക്ഷത വഹിച്ചു. എടക്കഴിയൂർ മഹൽ പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടി, മഹൽ ഖത്തീബ് T മുഹമ്മദ് ദാരിമി അരിമ്പ്ര എന്നിവർ സംസാരിച്ചു. പള്ളി നിർമ്മാണത്തിന് ഭൂമി വഖഫ് നൽകി AT അഷ്റഫ് അലി, പള്ളിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അബ്ദുൽ കരീം ഫാളിലി, എഞ്ചിനീയർ താഹിർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KK അബ്ദുൾ റസാഖ് ഹാജി, അബൂബക്കർ ഖാസിമി, V ഷക്കീർ, C ഷറഫുദ്ദീൻ, മുസ്തഫ പുതിയടത്ത്, ജലീൽ കാര്യടത്ത്, KV മൊയ്തുണ്ണി, റസാഖ് ബാംഗ്ലൂർ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ NK കുഞ്ഞി മുഹമ്മദ് സ്വാഗതവും കമ്മിറ്റി സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഹാജി നന്ദിയും പറഞ്ഞു. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കോഴ്സിൽ മികച്ച വിജയം കൈവരിച്ച കാട്ടകമ്പാൽ സ്രായിൽ പകിടപ്പറമ്പിൽ വിജു സ്നേഹ ദമ്പതികളുടെ മകൾ വിഷ്ണുപ്രിയയ്ക്ക് ആദരം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ ഷിബു, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി NM റഫീഖ്, സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സ്മിത ഷാജി, ജയലക്ഷ്മി ജയപ്രകാശ്, VN ശിവൻ, സുധാകരൻ വെളുത്തെടത്ത്, NA മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഫെബ്രുവരി 19 കേച്ചേരിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം യുവതീ സംഗമവും മെഹന്തി ഫെസ്റ്റും സംഘടിപ്പിച്ചു. കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി UP സ്കൂളിൽ നടന്ന യുവതീ സംഗമത്തിന്റെയും മെഹന്തി ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് നിർവഹിച്ചു. കേച്ചേരി മേഖലാ കമ്മിറ്റി അംഗം സാനിയ അധ്യക്ഷയായി. ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗവും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PS സഹല, കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ, ട്രഷറർ VM നിസാം, PK അജാസ് എന്നിവർ സംസാരിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ആര്യ, നിവേദ്യ, ഷഹന എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുന്നയൂർകുളം ഏരിയ കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA ജോയ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKTE അംഗങ്ങളായ വിദ്യ അഭിലാഷ്, CC ജയന്തി, ഖൈറുനിസ എന്നിവരെയും മികച്ച സംഘടനാ പ്രവർത്തനത്തിന് CV സുധ, ലോറൻസ് എന്നിവരെയും ആദരിച്ചു. പ്രസിഡന്റ് ലോറൻസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി വിജയകൃഷ്ണൻ കപ്പ്യാരത്ത്, ട്രഷറർ K രമ, MK സുന്ദരൻ, ബെൻസി സണ്ണി, മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾക്ക് പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകണമെന്നും ക്ഷേമ പെൻഷൻ സർവീസ് പെൻഷനായി ഉടൻ അനുവദിക്കണമെന്നും കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പള്ളിക്കുളം ചിറമനേങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അധികാരികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 5 വർഷമായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UDF പള്ളിക്കുളം മേഖലാ കമ്മിറ്റി നടത്തുന്ന ഉപവാസ സമരത്തിന്റെ 5ാം ദിനത്തെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ഗഫൂർ പള്ളിക്കുളം അധ്യക്ഷത വഹിച്ചു. സമരനായകൻ MSF ജില്ലാ പ്രസിഡന്റ് TK ഷഫീഖ്, പഞ്ചായത്ത് മെമ്പർ ബിനി സുഭാഷ്, അഡ്വക്കേറ്റ് KK ജയപ്രകാശ്, CS നിഹാൽ, ഷാബു പടിഞ്ഞാക്കര, KK ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ മെറിൻ പ്രജീഷിനെ കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുനിൽ അരുവായി, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ M ഉദയശങ്കർ, MM വിൽസൺ, രമേശ് കടവാരത്ത്, സന്ദീപ് ദാസ്, KSU കാട്ടകമ്പാൽ മണ്ഡലം പ്രസിഡന്റ് അൻവർ ചിറയൻകാട്, MN മുരളി എന്നിവർ സംസാരിച്ചു. കളരിപ്പണിക്കർ ഗണക കണിയ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം യൂണിറ്റ് രൂപീകരിച്ചു. ലിവ ടവർ ഹാളിൽ നടന്ന രൂപീകരണ യോഗം KGKS സംസ്ഥാന ട്രഷറർ പ്രദീപ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് സേതുമാധവ പണിക്കർ മുള്ളൂർക്കര അധ്യക്ഷനായി. ജ്യോതിഷ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് പണിക്കർ ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. KGKS സംസ്ഥാന സെക്രട്ടറി രാജേഷ് പണിക്കർ ചേലക്കര മുഖ്യാതിഥിയായി. KGKS തൃശൂർ ജില്ലാ ട്രഷറർ ആളൂർ മാധവ പണിക്കർ, ജ്യോതിഷ സഭ സംസ്ഥാന ട്രഷറർ സേതുമാധവ പണിക്കർ വരവൂർ, ജ്യോതിഷ സഭ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കർ കടവല്ലൂർ, ജില്ലാ സെക്രട്ടറി വിശ്വനാഥ പണിക്കർ, KGKS തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബിൻ പണിക്കർ, ജിനാഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. KGKS കുന്നംകുളം യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് മണികണ്ഠൻ പണിക്കർ, സെക്രട്ടറി അംബരീഷ് പണിക്കർ, ട്രഷറർ സതീഷ് പണിക്കർ, രക്ഷാധികാരി രാമദാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചരമം ഗുരുവായൂർ കിഴക്കേനടയിൽ ടൗൺ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന പേനത്ത് ഇബ്രാഹിംകുട്ടി ഹാജി നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം അങ്ങാടിത്താഴം ജുമാ അത്ത് ഖബറിസ്ഥാനിൽ നടത്തി. ഫാത്തിമ ഹജ്ജുമ ഭാര്യയാണ്. നജീബ്, നബീൽ, നാഫില എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തിയുടെ നിറവിൽ ശിവരാത്രി ആഘോഷം. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വല്ലൂർ, കുന്നംകുളം, തലക്കോട്ടുകര, മമ്മിയൂർ ഉൾപ്പെടെയുള്ള ശിവക്ഷേത്രങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്ഷ്യ വിഷബാധയെന്ന സംശയത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 30ഓളം കുട്ടികൾ ചികിത്സ തേടി. വയറിളക്കം, ഛർദി, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കിൻഡർ ഗാർട്ടനിലെ കുട്ടികളാണ് ആശുപത്രിയിൽ എത്തിയവരിലധികവും. ആരോഗ്യവകുപ്പും പഞ്ചായത്തും അന്വേഷണം ആരംഭിച്ചു. പുന്നയൂർ അകലാട് മുന്നൈനിയിൽ തെരുവുനായ ആക്രമണം. 7 വയസ്സുകാരന് കടിയേറ്റു. മുന്നൈനി പടിഞ്ഞാറ് പുത്തൻപുരയിൽ റഹിയാനത്ത് ബാദുഷ ദമ്പതികളുടെ മകൻ റിഹാനാണ് നായയുടെ കടിയേറ്റത്.
വേലൂർ പാത്രമംഗലത്ത് UDFന്റെ പ്രചരണ ബോർഡുകളും കുടിവെള്ള വിതരണ പൈപ്പും സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നും UDF മെമ്പറായി വിജയിച്ച KK അബൂബക്കർ, 19-ാം വാർഡ് സ്ഥാനാർത്ഥിയായിരുന്ന VS മോഹൻദാസ് എന്നിവരുടെ പ്രചരണ ബോർഡുകളാണ് കത്തിച്ചത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് UDF. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.